രണ്ടാമത്തെ ഏറ്റവും വലിയ സാധനം എന്ന് പറഞ്ഞാൽ രണ്ട് ആളുകൾ തമ്മിൽ കൂട്ടായി പ്രവർത്തിക്കുന്നതാണ്, സഹകരണമാണ് അവിടെ ഉള്ളത്. അവർ തമ്മിൽ കൂട്ടായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ ഇവിടെ ഉണ്ട്, രണ്ട് പേരും കൂടെ കൈകോർത്ത് പിടിക്കുന്നത്. മറ്റേതങ്ങനെയല്ല, വേറൊരാളെ ചങ്ങലയിലെ കണ്ണി പോലെയായിരുന്നു പണ്ട് രാജാവിന് പ്രജ നീങ്ങുന്നത്. നമുക്ക് മാറാനൊന്നും ഒക്കത്തില്ല, ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തോട്ട് പോകാനൊന്നും ഒക്കത്തില്ല, അങ്ങനെ ഒരു സംഭവമില്ല. ഇവിടെ അങ്ങനെയല്ല. ആദ്യമായിട്ടാണ് നമ്മുടെ ഇടയിലുള്ള നമ്മുടെ പ്രതിനിധി നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. പോകുന്ന ആൾ ഭരിക്കാൻ നമ്മൾ ഒരു ജനപ്രതിനിധികളും വിട്ടിട്ടില്ല. പക്ഷേ നമുക്ക് പറ്റിപ്പോയത് ഈ ഭരണഘടനയൊക്കെ ഉണ്ടാക്കി ഈ പൗരബോധം ഉണ്ടാക്കി എടുക്കുന്ന പണി ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഭരണഘടന അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ രാജാവിൻ്റെ സിസ്റ്റം അങ്ങനെ തന്നെ ഉണ്ടാക്കി അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ പോയിരിക്കുന്നത് രാജാവിൻ്റെ കസേരയിലാണ്. ഇപ്പോൾ രാജാവിൻ്റെ കസേര എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വലിയ കസേര, വലിയ മേശ, വലിയ മുറി, വലിയ വളച്ചുവാതിൽ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ വരുന്ന ആൾ ചെറുതാണെന്ന് അനുഭവിപ്പിക്കാനാണ്. ജനാധിപത്യത്തിനകത്ത് വരുമ്പോൾ എങ്ങനെയാണ്? എല്ലാവരും തുല്യരാണെന്ന് പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ തിരഞ്ഞെടുത്ത വിട്ട ആൾ നമ്മുടെ ഇടയിൽ നിന്ന് പോയി നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് വിട്ട ഒരുത്തൻ അവിടെ ചെന്നിരുന്നിട്ട് രാജാവിനെ പോലെ പെരുമാറുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. ഇതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്, ഇങ്ങനെയാണോ ഇത് വേണ്ടത് എന്ന് പറയുന്ന ഈ ചോദ്യം വരുന്നത്. നമ്മൾ ഈ സിസ്റ്റം മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഇപ്പോഴുള്ള സിസ്റ്റം പ്രവർത്തിക്കണേ എന്നുള്ളതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിന് ഘടകവിരുദ്ധമായി രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു സിസ്റ്റം ഉപയോഗിച്ച് അതിനെ ഞാൻ സാധാരണ ഈ വിഷയം പറയുമ്പോൾ ആൾക്കാരോട് പറയും, തോക്കും അടിവാളുമാണ് നമ്മുടെ ഈ തന്നിരിക്കുന്നത്, അയലത്തേരുമായിട്ട് സ്നേഹത്തിൽ കഴിയുന്നതിനുള്ള ഉപകരണം ഇതാ. ആർക്കും എങ്ങനെ പറ്റും? വെടിവെച്ച് ഒരാളെ ഇട്ടതിന് ശേഷം പിന്നെ പോയി സ്നേഹിക്കാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്. പോലീസ് എന്ന് നമ്മൾ പറയുമ്പോൾ മുകളിലിരുന്ന് താഴോട്ട് നോക്കി നിയന്ത്രിക്കുന്നതിനാണ് ആ വാക്ക് തന്നെ പോലീസിങ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ജനാധിപത്യത്തിനകത്ത് പോലീസിങ് ഉണ്ടായിക്കൂടാ. പിന്നെ എന്താണ് വേണ്ടത്? പൗരനെ സഹായിക്കുന്ന കേന്ദ്രം ഉണ്ടാണ്, പൗരസഹായ കേന്ദ്രമാണ് ഉണ്ടാകേണ്ടത്, പൗരസഹായിയാണ് ഉണ്ടാകേണ്ടത്, അല്ല പോലീസുകാരനല്ല. നമ്മളെ ഈ പോലീസുകാരനെ മാറ്റാൻ വേണ്ടി കണ്ടുപിടിച്ചത് എന്താണ്? ജനമൈത്രി പോലീസാണ് എന്ന് പറഞ്ഞാൽ ഒരു യുക്തിയില്ലാത്ത വാക്കാണ്, അസാധ്യമായ കാര്യമാണ്. പരിശോധിക്കുകയും വേണം, നിയന്ത്രിക്കുകയും വേണം, അടിക്കുകയും വേണം, വെട്ടുകയും വേണം, മൈത്രിയും വേണം, അയൊക്കെ മൈത്രിയും വേണം. ഇതാണ് ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കളിയായിട്ട് പറയുന്നത് സുഗന്ധമുള്ള അമേദ്യം എന്നാണ്. എന്ന് പറഞ്ഞാൽ നാറുന്ന വസ്തുവിന് അതിന് മേളിലൊരു പേരിട്ട് മാത്രം എന്നുള്ള ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അടിക്കാനും ഇടിക്കാനും വെട്ടാനുമാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ അടിക്കാനും ഇടിക്കാനും വെട്ടാനുമായിട്ട് രാജാവിൻ്റെ കിങ്കരന്മാരായി നമ്മൾ നേരത്തെ പറഞ്ഞ ഗുണ്ടാപ്പീസിന് പിരിവെടുക്കാൻ നിന്ന പാർട്ടിയാണ് ഈ പോലീസ്. പോലീസിന് നല്ല പേരിട്ടാൽ അത് മാറത്തില്ല, സാധനം മാറത്തില്ല. അവരുടെ പഴയ ട്രെയിനിങ് മുഴുവൻ ഇപ്പോഴും മറ്റുള്ളവരെ വിശ്വസിക്കരുത്, അവരെ നിയന്ത്രിക്കണം, കള്ളന്മാരാണ് ഇത് മുഴുവനും എന്നൊക്കെ പഠിപ്പിക്കുന്നതാണ് അവരെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞുവിട്ടിട്ട് അവർ ഭരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി? ഒരു രാജാവിന് പകരം ഇപ്പം നമുക്ക് 25-30 രാജാക്കന്മാരുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പ്രശ്നം. കാരണം ഈ സിസ്റ്റത്തിനകത്ത് ഇപ്പം നമ്മൾ വിചാരിക്കും, ഇപ്പം നമ്മൾ 4-5 പേര് ഇവിടെ ഇരിപ്പുണ്ട്, ഈ 4-5 പേര് നല്ല ആളുകളാണെന്നാണല്ലോ സ്വയം വിചാരിക്കുന്നത്. നമ്മളെയും തിരഞ്ഞെടുത്ത് വിട്ടാൽ ഈ ഇവിടെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേ പണിയാണ്. അല്ല, നല്ല ആൾ വെടിവെച്ചാൽ ഉണ്ട കയറാതിരിക്കത്തില്ല, ഇത്രയാണ് നമ്മൾ അറിയേണ്ടത്. നല്ല ആളായതുണ്ട്. നമ്മൾ വിചാരിച്ചിരുന്നത് എന്താ? കള്ളന്മാരല്ലാത്ത ആളുകളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു. അഴിമതിയാണ് പ്രശ്നം എന്നാണ് ഇങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. അഴിമതി ഇല്ലാത്ത രാഷ്ട്രീയക്കാരെ കിട്ടിയാൽ കറക്റ്റ് ആകുന്നു. നല്ല രാജാവ് എന്ന് പറയുന്നൊരു സാധനം ഇല്ല, കൊള്ളക്കാരേ ഉള്ളു. നല്ല രാജാവ് ലോകത്തില്ല, നല്ല ഭരണാധികാരി സാധ്യമല്ല. ഭരണമാണ് തെറ്റ്, സേവനമാണ് വേണ്ടത്. ഇത് സംഭവിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ജനാധിപത്യം വർക്ക് ചെയ്യത്തില്ലെന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രശ്നം മുഴുവൻ വരുന്നത് അവിടെ നിന്നാണ്. സിസ്റ്റം അങ്ങനെ തന്നെ നിലനിൽക്കുകയും സിസ്റ്റം പൊളിക്കണം, അതിന്റെ ന്യായങ്ങളാണ്. ഇന്നും ഇവിടുത്തെ സുപ്രീം കോടതി ആരാണ് സുപ്രീം എന്ന് ചോദിച്ചാൽ ജനങ്ങളാണെന്ന് പറയും. പിന്നെടാ ഏതാണ് ഈ സുപ്രീം കോടതി? ഇത് രാജാവിൻ്റെ സാധനമാണ്, ബ്രിട്ടീഷ് രാജാക്കന്മാരുണ്ടാക്കിയതാണ് നമ്മൾ ഈ കാണുന്ന കോടതി. അതുകൊണ്ട് സുപ്രീം കോടതി എന്ന് പറയുന്നത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പറഞ്ഞു തീർക്കാൻ ഒരു ആർബിട്രേഷൻ അവിടെ വേണം. രണ്ട് ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ഒരു ഇടനിലക്കാരൻ വേണം, അത്രേ അർത്ഥമേ ഉള്ളൂ. ഈ ഇടനിലക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് തീരാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രശ്നവും സത്യത്തിൽ സാധാരണ മനുഷ്യർക്കില്ല. അല്ലാതെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങൾ കേസ് കൊടുക്കണം, അവിടെ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുക്കണം, അവിടെയും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ
ഹൈക്കോടതി കേസ് എടുക്കണം, അവിടെയും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ സുപ്രീം, പിന്നെ അതിന് മേളിൽ കോടതി ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് സമ്മതിക്കണം. ഇതെല്ലാം കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാളുടെ എന്താണ് ഒരാൾ തോൽക്കും, ഒരാൾ ജയിക്കും. ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. അതിന് 5 കടങ്ങൾ. ഇത് ആദ്യത്തെ ദിവസം ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്, അല്ലാതെ ഈ 5ാമത്തെ തവണ നീതി വരുത്തൊന്നുമില്ല. രണ്ടു കൂട്ടരും കൂടെ സംതൃപ്തി വന്നിട്ട് ഓ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കോടതി ഒരു വിധിയുണ്ട്. ഒരു കാര്യമില്ലാതെ നമ്മളെ തിന്നാനായിട്ട് ഉണ്ടാക്കിയതാണ് ഈ സാധനം മുഴുവനും. വില്ലേജ് ഓഫീസ്, തഹസീൽദാരുടെ ഓഫീസ്, കളക്ടറേറ്റ്, ഗവർണർ, ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന യൂസ്ലെസ് ആയ സാധനങ്ങളേതല്ല. ഇത് മുഴുവൻ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ്. ഇപ്പം നമ്മൾ തോന്നത്തില്ലേ ഇലക്ഷൻ നടക്കാതിരുന്ന ഭരണം നടക്കും, ഇലക്ഷൻ നടക്കാതിരുന്നാലും ഭരണം നടക്കും. കാരണം ഉദ്യോഗസ്ഥ ഭരണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റം അങ്ങനെ തന്നെ ഇപ്പൊ ഉണ്ട്. അതുകൊണ്ടാണ് ഇലക്ഷൻ ഒന്നും നടക്കാതെ പിരിച്ചുവിടാൻ പറ്റും. കേന്ദ്ര ഗവൺമെന്റ്, അത് എന്തൊരു ഗവൺമെന്റാ? അങ്ങനെ വല്ലവരും ഉണ്ട്? നമ്മുടെ ഗവൺമെന്റ് അല്ലേ ഉള്ളു, കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. ഇത് മുഴുവൻ കൺഫ്യൂഷനാണ്. കാരണം ഈ രാജാവിന്റെ സിസ്റ്റം എടുത്ത് ജനങ്ങൾക്ക് അനുസൃതമായി ചെയ്യാൻ പറ്റുമെന്നാണ് ഈ മണ്ടക്കിണയപ്പന്മാർ മുഴുവൻ വിചാരിച്ചിരിക്കുന്നത്. നടക്കത്തില്ല. അതായത് ഇത്രയും പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടേ കലുങ്കയിലിരുന്ന് വഴി പോണവരുടെ ഇന്ന് പിടിച്ച് പറിച്ചിരുന്ന ആളുകളുടെ ഒരു എക്സ്റ്റൻഡ് രൂപമാണ് ഇന്ന് ഭരണം. രാജാവായിട്ടോ മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ നിന്ന് ഒരു വോട്ട് കിട്ടി ജയിച്ചു പോയവൻ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ എണ്ണിട്ട് നിൽക്കണം. അവന്റെ മുന്നിലും പുറകിലും പോലീസ്. ഇന്നലെ വോട്ട് മേടിച്ചാൽ ചോദിക്കാൻ വന്നവനാ. വീട്ടിൽ വരുമ്പോ ഭയങ്കര വിനയവും കൊച്ചിനെ എടുത്ത് ഉമ്മയൊക്കെ വെച്ച് പോയ പാർട്ടിയാണ്. പിന്നെ കൊച്ചിന് തള്ളയില്ല അവിടെ ഈ പാർട്ടി വരുമ്പോൾ. ഇങ്ങനെ മാറിപ്പോയിരിക്കുന്നത് ഈ സിസ്റ്റം മാറ്റാത്തത് കൊണ്ടാണ്. ഈ സിസ്റ്റം അഴിച്ചെടുക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള സേവനമുള്ള, നമ്മൾ പോയി പൗരസഹായ കേന്ദ്രത്തിലാണെങ്കിൽ നമുക്ക് പോയി കയറാൻ പറ്റും. പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4 പേരെയും വിളിച്ചോണ്ടേ പോകത്തുള്ളൂ. കാര്യമുണ്ട് അത്, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ അകത്തായി പോകുന്ന ഇത് പഴയ രാജാവിൻ്റെ സാധനമാണിത്. ഇതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. ജയില്, ഈ നിലനിൽക്കുന്ന നിയമങ്ങൾ, ഇത് മുഴുവനും നമ്മളെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് അഴിക്കണം. ഇതല്ല ഇതിപ്പോൾ ഈ ഇവരെ എഴുതി ചോദിച്ചിട്ടുള്ളത് എന്താണ് രാഷ്ട്രീയം ചോദിക്കുന്നത്. അപ്പോൾ ഇത് പല ഡയമെൻഷൻ ഉണ്ടെന്നുണ്ട്. അതിന് എന്തിനാണ് ഈ രാഷ്ട്രീയം, അല്ലെങ്കിൽ എന്താണ് ഇപ്പം നിലനിൽക്കുന്ന രാഷ്ട്രീയം? എന്താണ് നിലനിൽക്കുന്ന രാഷ്ട്രീയം മനസ്സിലാക്കാതെ ജനങ്ങളുടെ രാഷ്ട്രീയം ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ഉണ്ടാകണമെന്ന് ആലോചിച്ച പഞ്ചായത്തൊക്കെ ഉണ്ടാകേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിനകത്ത് തന്നെ ഒരു ജൂറി സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് അവിടെ തീർക്കാം, അയലത്തുകാർ തമ്മിലുള്ള വേലി തർക്കം അവിടെ തീർക്കാം. ഇത് മുഴുവൻ ഇവിടെ തീർക്കാൻ പറ്റും. കാരണം ഈ ഇരിക്കുന്ന ഈ പഞ്ചായത്തിനകത്തുള്ള ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡിൻ്റെ സഭ എന്ന് പറയുന്നതിനകത്ത് ഈ ആളുകളെല്ലാം പരസ്പരം അറിയുന്നവരാണ്. ഇവരുടെ യഥാർത്ഥ പ്രശ്നം മുഴുവൻ എല്ലാവർക്കും അറിയാം. അല്ല സുപ്രീം കോടതിയിൽ ഇവർ പോയാൽ ആർക്കും എന്തറിയാം? ഒരു കാര്യമില്ലാതെ ഇവർ മുഴുവനും കൂടെ ഈ കാശ് മുഴുവൻ കളയുക എന്നുള്ളതാണ്. കുറേ വക്കീലന്മാരും കുറേ ജഡ്ജിമാരും കൂടെ കൈക്കൂലി മേടിക്കുന്ന ജഡ്ജിമാരൊക്കെ നമ്മളിപ്പോൾ കണ്ടില്ലേ. ഒരു ജഡ്ജിയുടെ അല്ല, അത് വളരെ സ്വാഭാവികമാണ്. കാരണം പണ്ട് ഈ ഗുണ്ടായുസത്തിനുള്ള ന്യായങ്ങൾ ഉണ്ടാക്കി വന്നിട്ടാണല്ലോ ഇത് ഉണ്ടാവുന്നത്. എത്ര കേസ് അടിസ്ഥാനപരമായിട്ട് തന്നെയല്ലേ ആളും തമ്മിലുള്ള കേസ് എന്ന് പറഞ്ഞ് കേസ് പഠിച്ചിട്ട് വക്കീലന്മാരുടെ പ്രശ്നം എന്താണ്? ഈ ക്ലയന്റിലാണ് അയാളെ എംപ്ലോയ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ ഇരിപ്പ് എങ്ങനെയാണ്? അവരാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് കോടതിയിൽ ജോലിയുള്ളവരാണെന്ന് തോന്നുന്നു വക്കീലന്മാരെ കണ്ട. കോടതിയിൽ അവർക്ക് ജോലിയൊന്നുമില്ല, ഒരു ജോലി ഇല്ലാത്തവരവര്. നമ്മളെ ഏൽപ്പിച്ച ജോലിയാണ്. കാശ് കൊണ്ടാണ് വക്കീൽ നിലനിൽക്കുന്നത്. അത് കാരണം കൊണ്ട് അവരുടെ യുക്തി എന്താ? ഈ കേസ് ഒരിക്കലും തീരരുത്. കാരണം കേസ് തീർന്നാൽ പിന്നെ ഈ മാർക്ക് കാശ് കൊടുക്കാനൊക്കത്തില്ല ആരും. അപ്പോൾ ഈ ക്ലയൻറ്റിൽ നിന്ന് കാശ് മേടിച്ചു കൊടുത്തിട്ട് ഈ മജിസ്ട്രേറ്റ് തൊട്ട് സുപ്രീം കോടതി വരെ ഇരിക്കുന്നവന് കാശ് കൊടുക്കുക എന്നുള്ളതാണ് ഈ കളി. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വക്കീൽ വന്നാലോ, ഒരു മിനിറ്റ് നേരം വേണ്ടണമെന്നാണെങ്കിൽ 5 ലക്ഷം രൂപ. എന്തു അയാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. അയാൾക്ക് കൂടുതൽ വിവരം എങ്ങനെ വരും? ഒരിക്കലും കൂടുതൽ വിവരം ലോകത്തുണ്ടാകാനൊക്കത്തില്ല. കാരണം ഈ നിയമത്തിലുള്ള വിവരം അല്ലയോ ഉണ്ടാകാനൊക്കത്തുള്ളൂ. കൂടുതൽ എന്ത് വിവരം? ഇത് എനിക്ക് ഇത്രയും രൂപയുണ്ട്, ഞാൻ ഇവിടുത്തെ സുപ്രീം കോടതിയിലെ വക്കീലാണെന്ന് പറഞ്ഞ് ഗമ പറയാൻ വരുന്നതുകൊണ്ട് ഇവിടുത്തെ മജിസ്ട്രേറ്റ് പേടിക്കും. ഇതിപ്പോൾ ഇയാൾ വല്ലതും പറഞ്ഞ് ഞാൻ കുഴപ്പമാകുമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വക്കീലിനെ കാണുമ്പോൾ മുട്ടുമടക്കും. ഇതുകൊണ്ട് മാത്രം ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയൊരു ഗുണ്ടായെ കൊണ്ട് ഒരു സ്കെലിറ്റ് മുതലാളി വരുന്നത് പോലെയാണ് ഈ സുപ്രീം കോടതി വക്കീൽ. അല്ല വേറെ ഒന്നുമില്ല ഇതിനകത്ത്. മജിസ്ട്രേറ്റ് കോടതിയിൽ വരിക, അല്ലെങ്കിൽ മറ്റേ ജില്ലാ കോടതി ഹൈക്കോടതിയിൽ വരുന്ന സമയത്ത് സുപ്രീം കോടതിയിലെ വക്കീൽ വരുന്ന പറഞ്ഞ് ഇത് മുഴുവനും തട്ടിപ്പ് ആണ്. വലിയ തട്ടിപ്പ് സംഘത്തിന് പരസ്പരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു രാജാവിന്റെ. അതുകൊണ്ടാണ് ഇപ്പോഴും മജിസ്ട്രേറ്റർമാരുടെയൊക്കെ ഇരിപ്പൊക്കെ കാണണം. ഈ പ്രപഞ്ചം മുഴുവൻ അവർക്ക് അറിയാവുന്ന പോലെ. അവർ ന്യൂട്രലാണെന്ന്. എന്തൊരു ന്യൂട്രലാണ്. അവൻ്റെ വീട്ടിൽ പോയി കാണും, അവൻ്റെ ഭാര്യയായിട്ട് ദിവസം ഇടിയ. ഈ പാർട്ടികളാണ് അവിടെ വന്നിട്ട് വളരെ ന്യൂട്രലായിട്ട് പെരുമാറുന്നു എന്നുള്ള അഭിനയം മുഴുവൻ കാണിക്കുന്നത്. ഈ സിസ്റ്റം മുഴുവൻ അഴിക്കാതെ രക്ഷയും. അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് അവർ ചോദിച്ച ചോദ്യത്തിന് ജനാധിപത്യം എന്താണെന്ന് പഠിക്കുക. അത്
നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാലാനുസൃതമായി മാറ്റേണ്ടതുണ്ട്. പണ്ടത്തെ വേദങ്ങൾ മാറ്റാനൊക്കത്തില്ല, കാരണം ദൈവം പറഞ്ഞതാണ്, സനാതനമാണ്. അതുകൊണ്ട് അത് നമുക്ക് എടുത്ത് തോട്ടിലോട്ട് കളയണം, അത് മാറാതെ അവിടെ കിടക്കട്ടെ. അതവിടെ അതായത് നമുക്ക് വേണ്ട, രാജാവിനുള്ള സാധനമായിരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എന്താണ് ദൈവം തമ്പുരാനെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സാധനമല്ല, നിങ്ങളുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. രാജാവിനെ കീഴ്പ്പെട്ട് നിൽക്കാനുള്ള ട്രെയിനിങ്ങുള്ള തന്ത്രങ്ങളും മന്ത്രങ്ങളുമാണ് ഈ പഠിപ്പിക്കുന്ന മുഴുവനും. സകല മന്ത്രത്തിനകത്ത് നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാമെങ്കിൽ എന്താണ് ഈ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. സകല മന്ത്രങ്ങളൊന്ന് പഠിച്ചു നോക്കണം. ആ ഭാഗത്താണ് നമ്മളത് കിടക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ മന്ത്രതന്ത്രങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് ഈ അനുസരണ വളരെ കറക്റ്റാവും, തിരുവായിക്ക് എതിർവായി ഇല്ലാതാവും. ഇതിനു വേണ്ടിയാണ് ഇത് മുഴുവൻ പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നതല്ലേ നമസ്കരിക്കാനും നിസ്കരിക്കാനുമാണ് ഈ പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുക, കൃത്യമായിട്ട് മുകളിലാണ് സകലതും ഇരിക്കുന്നത്. എല്ലാവരും മേപ്പോട്ടൊരു നോട്ടമുണ്ട്. വെറുതെ ഈ ഭൂമി ഉരുണ്ടായിരിക്കുന്നതെങ്കിലും അറിയണം. മേപ്പോട്ട് നോക്കിയാലേ മേളൊന്നുമുള്ള സ്ഥലമല്ല ഭൂമി. ആകർണ ശക്തി ഉള്ളത് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. അത് നമ്മൾ അറിയണം. കാല് താഴെയാണെന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ് ഈ മേളും കീഴും ഉള്ളത്. ചന്ദ്രനെ ചെന്ന് മേപ്പോട്ട് നോക്കിയാൽ ഈ ഭൂമി മേളിൽ നിൽക്കും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ പ്രപഞ്ചത്തിനകത്ത് മേളും കീഴും ഒന്നും ഇല്ല. നമ്മൾ ഈ ഇരിക്കുന്ന ഭൂമി മാത്രമേ ഉള്ളൂ. ആകർണശക്തിയുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ മേലും കീഴും ഉണ്ടാവും എന്നുള്ളതല്ലാതെ ഭൂമി പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ട് ഈ മേപ്പോട്ട് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എവിടോട്ട് നോക്കിയാലും ഈ പറയുന്ന ശക്തിയെ പറ്റിയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും അങ്ങനെയാണ്, സർവ്വവ്യാപിയാണെന്നൊക്കെ. പിന്നെ അവസാനം ദൈവത്തിനെ പറ്റി അന്നാലും മേപ്പോട്ട് നോക്കും. നമുക്ക് ബോധ്യമല്ലേ എല്ലായിടവും ഉണ്ടെന്ന്. നമ്മൾ ഈ സ്പേസിനെ പറ്റി പഠിക്കുന്നതല്ല, സ്പേസിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. അല്ല സ്പേസിൽ ഇവിടുന്ന് നമ്മൾ പോകണം. ഭൂമി സ്പേസിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയും സൂര്യന് വലം വയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും സൂര്യനും ഭൂമിയും എല്ലാം കൂടെ ഈ ഗാലക്സി മുഴുവൻ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായ ഒരു പ്രപഞ്ചത്തിനകത്ത് അനങ്ങാതിരിക്കുകയാണെന്നുള്ള നിലവാരത്തിൽ ധ്യാനിച്ച് അനങ്ങാതിരിക്കണം, ചന്തി ഉറപ്പിക്കണം, ആസനം ഉറപ്പിക്കണം എന്നൊക്കെ അവർ പഠിപ്പിക്കും. നമുക്ക് ചിരി വരും. ഭൂമിയല്ല സകലതും ചലിച്ചോണ്ടിരിക്കുന്ന സാധനമാണ്. അത് ചെറിയ ചലനമല്ല, 36,000 മൈൽ സ്പീഡിലൊക്കെ വേഗത്തിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ. ഒരു സമയത്ത് നമ്മൾ 5-6 ദിക്കിലേക്കാണ് ഒരേ സമയത്ത് ഓടുന്നത്. അങ്ങോട്ട് ഒരു വശത്തൂടെ പോയി ഇങ്ങോട്ട് വേറെ, ഇങ്ങനെയൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ സ്പേസിൽ പോകാൻ റോക്കറ്റ് വേണമെന്ന് നമ്മൾ പറയുമ്പോൾ ഈ ആകർഷണശക്തി കൊണ്ട് മാത്രം തോന്നുന്ന ഒരു അനുഭവം അല്ലാതെ ഒരു സാധനമല്ല. നമ്മൾ സ്പേസിലാണ് എന്നറിയണം. ഇതുപോലൊന്ന് അറിയേണ്ടതാണ്. നമ്മളാണ് ഈ പ്രപഞ്ചത്തിനകത്ത് നമ്മൾ നടത്തുന്നതാണ്. നമ്മളാണ് ജനങ്ങൾ, നമ്മുടെ പ്രതിനിധികളാണ് അവർ, അല്ലാതെ അവർ നമ്മുടെ ഭരണാധികാരികളല്ല. അതുകൊണ്ട് ചീഫ് മിനിസ്റ്ററും ചീഫ് സെക്രട്ടറിയും പ്രൈം മിനിസ്റ്ററും പ്രൈം സെക്രട്ടറിയും പ്രസിഡന്റും ഒന്നും അല്ല നമുക്ക് വേണ്ടത്. ഈ ഭരണ സംവിധാനത്തിനെ അഴിച്ചു പണിഞ്ഞ് രണ്ടാമത് ജനകീയമാക്കി മാറ്റേണ്ട ഒരു പണിയുണ്ട്. ഈ ചോദ്യത്തിൽ വളരെ ക്രക്സ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ കൺസേൺ എന്താണെന്നുള്ളതാണ്. ആർക്കു വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതിപ്പം നമ്മൾ എന്തിനാ വോട്ട് കൊടുക്കുന്നതെന്ന് അറിഞ്ഞൂടെ. കാരണം നമ്മളെ ഭരിക്കാൻ വേണ്ടി, നമ്മളെ അടിക്കാനും ഇടിക്കാനും വേണ്ടി ആളിനെ ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്ക് എന്താണെന്നുള്ളതാണ് ഈ ഇതിനകത്തെ ചോദ്യം. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ലോകത്തിനെ നമ്മളെ എല്ലാം ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സിസ്റ്റം അഴിച്ച് നമ്മുടേതാക്കി മാറ്റി പുതിയ സിസ്റ്റം ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പഞ്ചായത്തിനകത്ത് ഒരു കമ്മിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജൂറി സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഈ കേസുകൾ മുഴുവൻ അവിടെ കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഒരിക്കലും പോലീസ് സ്റ്റേഷനിലും ഈ കോടതിയിലും ഒക്കെ കേസ് കൊടുത്ത് കുടുങ്ങരുത്. 5 കോടി കേസ് കെട്ടിക്കിടക്കുന്നതാണ് ഈ കോടതി. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു ജഡ്ജി തീ പിടിച്ചപ്പോൾ 10 കോടി രൂപ അവിടെ കാണുന്നത്. കറപ്ഷൻ നിറഞ്ഞ സ്ഥാപനങ്ങളായതുകൊണ്ട്. അത്രയും മനോഹരമായിട്ടൊരു ഉത്തരം പറഞ്ഞത്. രാഷ്ട്രീയം എന്താണെന്ന് അത്രയും വളരെ ലളിതമാണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവിടെ ഇരുന്നിട്ട്.